കണ്ണു തുറക്കാത്ത കപ്പിത്താനേ, പറയാനറിയാത്ത ഡയലോഗടിക്കാത്ത പിരിവെട്ടി നിൽക്കുന്ന കപ്പിത്താനേ, 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 തപ്പിയിട്ടും കിട്ടാത്ത കപ്പിത്താനേ, നോക്കിയിട്ടും കാണാത്ത എവിടെയുമില്ലാത്ത കപ്പിത്താനേ. എവിടെ ആടി ഉലയാത്ത ഗപ്പൽ? അത് പിന്നെ കാണാനില്ല, കാണാനില്ല. കപ്പിത്താനെയും കൂട്ടരെയും കാണാനില്ല, കാണാനില്ല എന്നുള്ളൊരു പോസ്റ്റർ വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് വന്നപ്പോ എന്താ? പക്ഷെ അങ്ങനല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ഭരണപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ അല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് ഭയക്കേണ്ടതെന്ന്. എന്നിട്ട് നോക്കിയിട്ടും കാണുന്നില്ല, മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. എവിടെ എവിടെ കപ്പിത്താനും പിള്ളേരും? നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്നൊക്കെ ആണല്ലോ നിങ്ങൾ തള്ളി മറിച്ചത്. എന്നിട്ട് എവിടെ? നിങ്ങൾ ശക്തമായി ആർജവം പോരാ. പരിപ്പോടെയും കട്ടൻ ചായയും കിട്ടുന്നില്ലേ? ബൂസ്റ്റ് വിലക്ക് തരണോ? ആ, നിങ്ങൾക്കൊക്കെ ഓരോ ഗ്ലൂക്കോസ് മേടിച്ചു തരണോന്ന് തോന്നുന്നുണ്ട്. AKG സെന്റർ അടച്ചിട്ടിരിക്കുവാണോ? അതാ നമ്മൾ ചോദിക്കുന്നത്. കാണാനില്ല, AKG സെന്ററിലും കാണാനില്ല, ഞങ്ങൾക്ക് കന്റോൺമെന്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെയും കാണാനില്ല. എന്നാ പിന്നെ ഞങ്ങൾക്ക് AKG ഉണ്ടല്ലോ, അവിടെ ഇവിടെയും കാണാനില്ല. ഇനി തൈക്കണ്ടിയിൽ എങ്ങാനും ആണോ? അവിടെ പോയി ഉറക്കം തൂങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ശക്തിയായിട്ടുള്ളത് പ്രതിഫലിക്കുന്നുണ്ട്. എന്തോന്ന്? ശക്തമായി തന്നെ ഞങ്ങൾ പ്രതികരിക്കുന്നു. എന്നിട്ട് VD സതീശനെതിരെ 2 വാക്ക് പറയാൻ നിങ്ങൾ എവിടെയും കാണുന്നില്ല. VD സതീശൻ മാധ്യമങ്ങൾക്ക് നേരെ നടത്തുന്ന അധികാര ദുർവിനിയോഗങ്ങൾ, അടിച്ചമർത്തലുകൾ, ഇതിനെതിരെ എന്തേ 2 വാക്ക് പറയുന്നില്ല? മോശമാണ്. അയ്യോ, തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സതീശ? കൊച്ചു കള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് സതീശന്. കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് സതീശന് കേട്ടോ എന്നൊക്കെയാണ് പിണറായി പറയുന്നത് അല്ലേ? അതെ, ഞങ്ങൾ പ്രത്യേകിച്ച് പറയണ്ട, ഈ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് പിണറായി ആയിരുന്നു ശരിയെന്ന്. ഇവിടെ വാർത്തകൾ മുക്കുന്നു, വാർത്തകൾ ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കും, അതിന്റെ ഇടയിൽ കൂടെ പിണറായി ആയിരുന്നു ശരി. എന്ത് വട എവിടെ ചെന്ന് ഇത് തള്ളുന്നത്? സുക്കർബർഗിനെ വിളിച്ചിട്ട് 2 വാർത്ത മുക്കുവന്ന്. ഈ നാണമില്ലല്ലോ, നാണമുണ്ടോ? മാനമുണ്ടോ? ലിങ്കുണ്ടോ? അതന്നെ, ഇവർക്ക് നാണമാനം ഇല്ലേ? ഈ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ നിങ്ങൾക്ക് പ്രതികരിച്ചുകൂടെ? പ്രതിഷേധിച്ചുകൂടെ? സമരം ചെയ്തുകൂടെ? വേറെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ പിള്ളേരൊക്കെ തിരക്കുന്നു. ഇന്നലെ KSF ഭയങ്കര ഇതായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങള് പ്രതിഷേധിക്കാം കേട്ടോ. നിങ്ങൾ പ്രതിഷേധത്തിന് ഒരു ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ടോ? ഓരോ ദിവസം ഓരോ വിഷയത്തിൽ പ്രതിഷേധം. നമ്മൾ കെപിത്താൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. SFI അങ്ങോട്ട് മാറുന്നില്ല. കെപിത്താൻ എവിടെ? കെപിത്താൻ ആകെ ഇന്ന് പ്രതികരിച്ചത് സതീശനെ തൊട്ടും തലോടിയൊക്കെ കഴുകി പോകുന്നത്. ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഇത് 10 വർഷം മുന്നേയും കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു അറിയാമോ? അന്ന് പിണറായി മുഖ്യൻ, സതീശൻ പ്രതിപക്ഷ നേതാവ്. അന്ന് പിണറായിയെ തട്ടി കഴുകിയൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. എന്താണ് നിങ്ങൾ തമ്മിൽ വല്ല ഡീലിങ്സ് ഉണ്ടോ സതീശനും പിണറായിയുമായിട്ട്? ഈ നാട്ടിലെ ഇത് പോരാതെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പിണറായിയെ തൂക്കിയെടുക്കും, പൊക്കിയെടുക്കും, ജയിലിലിടും. എന്നിട്ട് എന്താ ഇടാത്തത്? എന്നിട്ട് എന്തേ സതീശൻ ഇടുന്നില്ല? സതീശൻ ഒരു കേസുകളും കുത്തിപ്പൊക്കാത്തത് എന്തേ? ഓരോ കുഞ്ഞുങ്ങൾ പോലും പറയുന്നുണ്ട് പിണറായി ആയിരുന്നു, പിണറായി അപ്പനായിരുന്നു ശരിയെന്ന്. PR ഇപ്പോഴും ഉണ്ടല്ലേ? PR പ്രവർത്തനം ഇപ്പോഴും. ഞങ്ങൾ അന്നേ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ അന്നേ വ്യക്തമായി പറഞ്ഞിരുന്നു, ഒരു അര പിണറായിയാണ് VD സതീശൻ എന്ന്. അങ്ങോട്ട് തന്നെയാണ് ആ പോക്ക്. മാധ്യമങ്ങളോടൊക്കെയുള്ള ആ ഒരു വിരട്ടല് കാണണം VD സതീശന്റെ. മാന്യമായിട്ട് കടക്ക് പുറത്ത്. അതെങ്ങനെ മാന്യമായിട്ട് പറയുന്നത്? കടക്ക് പുറത്ത് എങ്ങനെയായിരുന്നോ? കടകറുത് അതാണ് മാന്യം. സതീശൻ പക്ഷേ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. പക്ഷെ സതീശൻ നേരെ തിരിച്ചാ. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കൂ, അങ്ങോട്ട് പൊയ്ക്കൊള്ളൂ, ഞങ്ങൾ വിളിച്ചില്ലല്ലോ എന്നൊക്കെ കുറച്ച് മയപ്പെടുത്തി കടക്ക് പുറത്തു എന്ന് പറയുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്, ആരെ പിണറായിയാണ് VD സതീശൻ. തൂഫാൻ വരെ കൊളവാക്കി കളഞ്ഞില്ലേ ആ മുഖ്യമന്ത്രി VD സതീശൻ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി.
മുഖ്യമന്ത്രിയുടെ social ഇതേ ന്യായീകരണം ഞങ്ങൾ 10 വർഷം മുന്നേയും കണ്ടായിരുന്നു. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവരെ ന്യായീകരിക്കുന്ന പിണറായി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കൊണ്ടുപോക്കിയെടുത്തോണ്ട് പോയത്. പക്ഷെ ശക്തമായി നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? ഓരോ ദിവസം വെറുതെ വന്നിരുന്ന വാർത്താ സമ്മേളനത്തിലൂടെ വി.ഡി. സതീശന്റെ ആൾക്കാരാണ് പിടിക്കപ്പെട്ടത് എന്നൊക്കെ മയപ്പെടുത്തി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഓരോ ദിവസം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സമരമുറ കാണാനായിട്ട് നോക്കിയിരുന്നപ്പോ ദേ കിടക്കുന്നു നനഞ്ഞ പടക്കം പോലെ കുറെ കമ്മികൾ. ഞങ്ങൾക്ക് ഓരോ ദിവസം കണ്ടന്റ് അല്ലേ ഇവര്. ഉണരൂ രതീഷ് എന്ന് AKG സെന്ററിൽ എന്നും പറയേണ്ട അവസ്ഥയാണല്ലോ ഇത്. ഇവിടെ ഇതിപ്പോ നിങ്ങൾ ശക്തമായ പ്രതിപക്ഷമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷം. അതെ, കഴിഞ്ഞ 10 വർഷക്കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും ആയിരുന്നു പ്രതിപക്ഷം. വാർത്ത മുക്കിയിട്ടില്ല. നിർത്ത്. വാർത്ത മുക്കിയിട്ടില്ല, പക്ഷെ പകരം വാർത്ത കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല. മാധ്യമങ്ങളെ മറ്റേ ചെസ് നമ്പർ ഇട്ട് തൂക്കുക, മാധ്യമങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങുക, ഗുണ്ടയെ വിട്ട് വെല്ലുവിളിപ്പിക്കുക. PV അൻവർ അന്ന് ആരായിരുന്നു? എവിടെയായിരുന്നു? പിണറായി വിജയന്റെ വലങ്കൈ. എന്നിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ മാധ്യമങ്ങളെ ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളിച്ച അമ്പൂക്കായ്ക്കെതിരെ അന്ന് എന്തുകൊണ്ട് പിണറായി പ്രതികരിച്ചില്ല? അൻവറെ ഇത് വേണ്ട, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത് എന്ന് 2 ഡയലോഗ് അടിച്ചായിരുന്നു പിണറായി വിജയൻ. അതെ. അതാ പറഞ്ഞത്, മാധ്യമങ്ങളെ എല്ലാ കാലത്തും ഇവർക്ക് എപ്പിടപ്പിയാണ്. വി.ഡി. സതീശന് ഇപ്പൊ എപ്പിടപ്പിയാണ്. എന്റെ മാനവരെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഇതിന് മുൻപ് ഇങ്ങനെ വാർത്ത പൊക്കുന്ന പണി കണ്ടിട്ടുണ്ടോ? ഇവിടെ മാധ്യമങ്ങളുടെ വായി മൂടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. നിങ്ങളല്ലേ മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ ഭേദഗതിയും ഒക്കെ ആയിട്ട് വന്നവര്. ഏതെങ്കിലും ചാനൽ നിങ്ങളെ വാർത്ത കൊടുക്കുക നിങ്ങൾ പറഞ്ഞോ ഇന്ന വാർത്ത കൊടുത്ത് നിന്നെയൊക്കെ ഈ ചാനൽ പ്രവർത്തിപ്പിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞോ? അതെ, കൈരളിക്കും ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. അതെ, കൈരളിക്കും മറ്റേ ദേശാഭിമാനിക്കും മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കുക. വേറെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഇരിക്കവിടെ കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിച്ചേ. അതിന്റെ ഇതും അതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ. ഇവരുടെ ഇപ്പോഴത്തെ നീക്കം എന്താണെന്നറിയാമോ? വി.ഡി. സതീശൻ എന്തെങ്കിലും കാണിക്കുമ്പോ ഇതിനേക്കാൾ ഭേദമായിരുന്നു ഞങ്ങളുടെ പിണറായി, ഇതിനേക്കാൾ ഭേദമായിരുന്നു ഞങ്ങളുടെ സർക്കാർ. എന്തിനു പൊള്ളുന്നു? നിങ്ങൾക്ക് വേണം പൊള്ളാൻ. ഇവിടെ ഒരു സർക്കാർ തോന്നിവാസം കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ കഴിപ്പണം കെട്ടവരെ എന്ന് നാട്ടുകാർ വിളിക്കും. എന്റെ മാനവരെ, പ്രതിപക്ഷം എവിടെ? എന്തിയെ പ്രതിപക്ഷം? എന്തിയെ? ഉണ്ട് തിന്ന് ഉണ്ട് ഉറങ്ങുക. കുരു ഇപ്പൊ പാരു എന്നെ കൊണ്ട് ഫിലിപ്പിന്റെ കേട്ടോ. എന്റെ മാനവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അവിടെ കഷ്ടപ്പെട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടി തൂക്കിക്കൊണ്ടിരിക്കുമ്പോ മറുവശത്ത് വി.ഡി. സതീശൻ അതിന് വന്നിരുന്നെങ്കിൽ മെഴുകുമായിരുന്നു. മറ്റേ നവകേരള സദസ്സിൽ തല്ലുകൊണ്ട ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുപ്പുള്ള ആളെ പിടിക്കപ്പെട്ടപ്പോ സംസ്ഥാന സർക്കാർ ലഹരിയുടെ പക്ഷത്തോട് മാറിപ്പോയോ എന്നൊരു സംശയം നാട്ടുകാർക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭരണകാലത്ത് CPM-ലെ എത്ര പേർക്കെതിരെ കേസ് വന്നു ലഹരി കച്ചവടത്തിൽ? ആരെയും പിടിച്ചായിരുന്നു? അതെ, നിങ്ങൾ മറ്റേ എന്തുവാന്നറിയാമോ? ചങ്ങല തീർക്കുക. ലഹരി രാവിലെ ആകുമ്പോ പോയി മറ്റേ ചങ്ങല തീർക്കും, കൈയും കോർത്ത് പിടിച്ച് ചങ്ങല തീർക്കും, വൈകിട്ടാകുമ്പോ കൂട്ടിയിട്ട് കത്തിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, സ്വന്തം വകുപ്പ് സ്വയം ഭരിക്കാനുള്ള ഒരു നട്ടല് UDF സർക്കാരിൽ ഏറ്റവും നന്നായി കാണിക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. മനസ്സിലായില്ലേ? ഓപ്പറേഷൻ തൂഫാൻ മികച്ച പദ്ധതി തന്നെയാണ്. അതിന് തുരങ്കം വെക്കുന്ന നടപടിയാണ് വി.ഡി. സതീശൻ കാണിക്കുന്നത്. വി.ഡി. സതീശന്റെ കൂട്ടത്തിലുള്ളതെല്ലാം ക്രിമിനലുകളാണോ എന്നൊരു സംശയം. അല്ല, MDMA-യിലൊക്കെ പിടിക്കപ്പെട്ടില്ലേ? എന്നിട്ട് ഇപ്പം അവനെ ക്രിമിനൽ എന്ന് പറയാമോ? അരുമ്പ് രോഗി. അത് മാറ്റി. ആ ചീള് കേസൊക്കെ എന്തിനാ ഇവിടെ വെച്ചിരുന്നത് എന്നും പറയണമല്ലോ അല്ലേ? അതെ. അപ്പൊ നമുക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കുക. മുഖ്യമന്ത്രി കാണിക്കുന്നതും പറയുന്നതും ആക്കിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ മറ്റേ നിങ്ങളുടെ ചിരി അങ്ങ് വലിയ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അങ്ങ് വലിയ
മറ്റേ എന്തായിരുന്നു വൈറലാക്കിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അത് ആക്കിച്ചിരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് എന്തും കാണിക്കാം, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനാണ് മറ്റേ രായാവ് എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് വരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ജനങ്ങളുടെ അടുക്കൽ ഈ വേലത്തരങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പൊ അങ്ങ് മതിച്ചു പുളയ്ക്കുമായിരിക്കും. 5 വർഷം നിങ്ങൾ അങ്ങ് പുളച്ചോ. പക്ഷെ ഒരു കാര്യമുണ്ട്, 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ വീണ്ടും വോട്ട് കുത്തും. അപ്പൊ തോന്നിവാസം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ജനങ്ങൾ വീണ്ടും കീറും. മനസ്സിലായില്ലേ? അതിന്റെ ഇടയിൽ കൂടെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക്. എന്റെ അഭിപ്രായത്തിൽ ആ പാർട്ടികളെല്ലാം കൂടെ കേരളത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരവസരം നമ്മൾ തരാം. നിങ്ങളല്ലേ ജന്തർ മന്ദറിലെ സമരത്തെ പിന്തുണച്ചവർ. ചെറുപ്പക്കാരുടെ ശബ്ദം തള്ളുകയാണ് രമണ ഉത്തമ. ഭരിക്കാൻ നമ്മൾ അത് ഞങ്ങൾ മാറി മാറി ഭരിക്കും. ഗതികേടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ ഇത് അധികം അങ്ങോട്ട് മുമ്പോട്ട് പോവില്ല. മനസ്സിലായില്ലേ? ഈ അല്ലല്ല, ഈ നിങ്ങളുടെ ഈ മറ്റേ ഈ ധാർഷ്ട്യ ഭരണമൊക്കെ ആര് കയറിയിരുന്ന് ധാർഷ്ട്യം കാണിച്ചാലും ഇനി വരുന്നത് ജെൻസിയുടെ കാലമാണ്. പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്, പിള്ളേർ ഈ കൊടിയുടെ നിറമൊന്നും നോക്കത്തില്ല. അവർക്ക് ന്യായം കിട്ടിയില്ലെങ്കിൽ അവരരിച്ചങ്ങ് ഇറങ്ങും പുറത്തോട്ട്. അയ്യ, BJP അവർക്ക് പണ്ടേ കണ്ടുകൂടാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാറ്റങ്ങൾ വരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നന്നായാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം, ഇടതിനും കൊള്ളാം വലതിനും കൊള്ളാം. അതെ, നിങ്ങളെല്ലാം ചെയ്തു വെച്ചതിന്റെയാണ് മൂലിക്കിരുന്നത്. ഇനി ഇവരെല്ലാം ചെയ്തു വെക്കുന്നുണ്ട്. ഈ നാട്ടിൽ എന്ത് നടന്നാൽ എന്താ നമുക്ക് ചിരിക്കുന്ന പൂക്കി ഉണ്ടല്ലോ, പൂക്കി ചിരിക്കാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു. ശരി, അതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഓക്കി വന്നപ്പോൾ കടപ്പുറത്തുനിന്ന് ഓടിയതാരായിരുന്നു? പങ്കായത്തിന് മത്സ്യത്തൊഴിലാളികൾ ഓടിച്ചത് ആരെയായിരുന്നു? മത്സ്യത്തൊഴിലാളികളോട് അങ്ങ് സ്നേഹം വഴിഞ്ഞൊഴുകുക ഇവർക്ക്. നിങ്ങൾ ഇരുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളികളോട് എന്തെല്ലാം നെറിയാണോ കാണിച്ചത്? അതുകൊണ്ടാണ് മറ്റേ ഓക്കി വന്നപ്പോ കടപ്പുറത്തോന്ന് പങ്കായത്തിന് ഓടിച്ചത് എല്ലാരും കൂടെ. സംയുക്തമായി അവരതിനെ തള്ളി. കപ്പിത്താൻ ഉണ്ടല്ലോ, കപ്പിത്താൻ പ്രതിപക്ഷത്തിരുന്നും തള്ളുന്നുണ്ട്, പുതിയ മുഖ്യമന്ത്രി ഭരണപക്ഷത്തിരുന്നും തള്ളുന്നുണ്ട്. ഇവര് രണ്ടുപേരുടെ തള്ളുക അങ്ങനെ അങ്ങ്. നമുക്ക് അറിഞ്ഞൂടെ VD സതീശനും പിണറായി ഒക്കെ തമ്മിലുള്ള താമര വിരിഞ്ഞാൽ നമുക്ക് എന്താ ഉണങ്ങുമല്ലോ 5 വർഷം കഴിയുമ്പോഴത്തേക്ക്. എന്ത് മിണ്ടാനാണ്? ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ ആറാടുമ്പോൾ അവരെന്ത് മിണ്ടാനാണ്? നിങ്ങൾ ഇനി ഒരു വർഷം കഴിയുമ്പോഴേക്കും ശക്തമായ പ്രതിപക്ഷത്തെ കാണാം. പുതുവർഷം തൊട്ടാണോ നിങ്ങൾക്ക് ആർജവം വരുന്നത്? മറ്റേ ന്യൂ ഇയർ റെസൊല്യൂഷൻ, ഞങ്ങൾ പ്രതിപക്ഷമാകും, ശക്തമായ പ്രതിപക്ഷം. പുതിയ ഡയറി എഴുത്തിലും PV തന്നെ വരണം കേട്ടോ. ഒരു PV കാരണം അനാവശ്യ വാർത്തകളൊക്കെ ഇവിടെ അനാവശ്യ വാർത്ത കറക്റ്റല്ലേ എഴുതി വെച്ചത് PV എന്നിട്ട് PV പിണറായി എന്ന് പറഞ്ഞ അനാവശ്യ വാർത്ത പറഞ്ഞപ്പോ ഞങ്ങൾ ആരെങ്കിലും അത് മുക്കിയോ? മറ്റേടത്ത് പോയി മുക്കാൻ പറഞ്ഞോ? അത് ആർജവം വേണം. എന്തോന്ന് ഇരുട്ടത്തിരുന്ന് വാർത്തയൊക്കെ മുക്കുന്നു. അവർക്ക് പേടിയുണ്ട്, മനസ്സിലായില്ലേ? ഉച്ചാളിത്തരം കാണിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. അതാണ് VD സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ആ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ അത് കൊളവാക്കരുത് കേട്ടോ കേട്ടോ. വരെ അങ്ങ് ഒരു മുഖ്യൻ. ചോദ്യം ചെയ്യേണ്ടത് നിങ്ങളാണോ? നിങ്ങളല്ലേ പ്രതിപക്ഷം. ഇതിപ്പോ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കണമെന്ന് വെച്ചാൽ എന്തോ ഇത്? എന്നാ പിന്നെ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുക. ആ 35 സീറ്റിൽ നമുക്ക് കുറച്ചു പേർക്ക് തരൂ. ഇപ്പൊ എവിടെ ഉറക്കം തൂങ്ങാൻ പോയിരിക്കുവോ? കുറെ എണ്ണം ഒലക്കിടന്നു. ഒലക്കട മൂട്